അന്ന് പൂർണ്ണചന്ദ്രനുള്ള ഒരു ദിവസമായിരുന്നു. മക്ക മുശ്രിക്കീങ്ങൾ പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയാണ്, നിങ്ങൾ വലിയ പ്രവാചകനാണ് എന്നൊക്കെയല്ലേ വാദം? എങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമും ഈസാ നബിയൊക്കെ അവരുടെ ഉമ്മത്തിലേക്ക് കാണിച്ചതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരൂ, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിലേക്ക് നോക്കി. അവിടെ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. അള്ളാഹുവിനോട് ഇരു കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഉടനെ ആ പൂർണ്ണചന്ദ്രൻ രണ്ട് കഷ്ണങ്ങളായിട്ട് പിളരുന്നു. മക്കയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അവർ വ്യക്തമായി കാണുന്നു. ചന്ദ്രൻ്റെ ഒരു കഷ്ണം അവരുടെ മലക്ക് മുകളിലും ഒന്ന് ആ മലക്ക് താഴെയുമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ചന്ദ്രൻ പിളരുന്ന കാഴ്ച അവർ അത്യത്ഭുതത്തോടെ കണ്ടു നിൽക്കുന്നു. പക്ഷേ അവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് കൺകെട്ടി വിദ്യയാണ്, ഇത് മാജിക്കാണ്, ഇത് സിഹറാണ് എന്നൊക്കെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വലിയ മോജിസത്തിനെ ഖുർആൻ പോലും സൂറത്തുൽ ഖമറിൽ പറയുന്നത് പോലെ ഇത്രയും വലിയ മോജിസത്തിനെ അവർ നിസ്സംശയം തള്ളിക്കളയുകയാണ്. സിറിയയിലേക്ക് പോയ ഒരു കച്ചവട സംഘം അടുത്ത ദിവസം മക്കയിലേക്ക് വരുന്നുണ്ട്. അവരോട് ഈ മക്കയിലുണ്ടായിരുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ യാത്രയിൽ അസാധാരണമായതെന്തെങ്കിലും ആകാശത്ത് കണ്ടിരുന്നു? മറ്റുള്ളവരെ പോലെ എല്ലാവരും മരുഭൂമിയിലൂടെയാണ് അവരുടെ യാത്ര. അവരുടെ വഴി കണ്ടെത്തലും മറ്റുമൊക്കെ ആകാശത്തെ നക്ഷത്രങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെ ആകാശത്ത് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നിരുന്നുവെങ്കിൽ അവരെന്തായാലും കണ്ടിരിക്കണം. അതുകൊണ്ടാണ് സിറിയയിൽ നിന്ന് വന്ന ആ കച്ചവട സംഘത്തോട് മക്ക മുശ്രിക്കീങ്ങൾ ഈ വാക്ക് ചോദിക്കുന്നത്. ആ സമയത്തും ആ അത്യപൂർവമായ ആ കാഴ്ചയെ പറ്റി സിറിയയിൽ നിന്ന് വന്ന ആ കച്ചവടക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി വരുമ്പോൾ ആകാശത്ത് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്ന് കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. മക്ക മുശ്രിക്കീങ്ങൾ പറയുന്നുണ്ട്, അത് സിഹറായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് അവിടെയുള്ള ആളുകളെ പോലും മുഹമ്മദിന് പറ്റിക്കാനാവുന്നത്? ആ വേളയിൽ ചില ആളുകളൊക്കെ അവിടെ വെച്ചുകൊണ്ട് മുസ്ലിമായി എന്നതാണ് സാക്ഷ്യം. ചരിത്രം ഇങ്ങോട്ട് എത്തി നോക്കുമ്പോൾ ആ ചന്ദ്രൻ പിളരുന്നത് കണ്ട നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന രാജാവായ ചേരമാൻ പെരുമാൾ അറേബ്യയിൽ നിന്ന് വന്ന ഒരു കച്ചവട സംഘത്തോട് ഇതിനെപ്പറ്റി, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ചേരമാൻ പെരുമാളിനോട് അറേബ്യയിൽ നിന്ന് വന്ന കച്ചവടക്കാർ ഈ പ്രവാചകനെ പറ്റിയും അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ആശയങ്ങളെ പറ്റിയൊക്കെ പറയുന്നു. അതെല്ലാം കേട്ടപ്പോൾ എന്തു വില കൊടുത്തും ആ പ്രവാചകനെ കാണണമെന്നും ആ മതത്തിൽ വിശ്വസിക്കണമെന്നൊക്കെയായിരുന്നു ചേരമാൻ പെരുമാളിൻ്റെ വലിയ സ്വപ്നം. അങ്ങനെയാണ് ആ കച്ചവട സംഘത്തോടൊപ്പം തന്നെ ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോവുകയും പ്രവാചകനിൽ കണ്ടിട്ട് വിശ്വസിക്കുകയും താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ കഥകൾ നടക്കുന്നത്. അദ്ദേഹമാണ് പിന്നീട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനും സംഘത്തിനുമൊക്കെ കേരളത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അങ്ങനെ വിദൂരതയിലുള്ള പല ആളുകളും ഈ വലിയ ദൃഷ്ടാന്തം കണ്ടിട്ട് ഇസ്ലാമിൽ വിശ്വസിക്കുകയും പ്രവാചകനിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടും കൺമുന്നിൽ ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കീങ്ങൾ ഈ അത്ഭുതങ്ങളിലൊന്നും വിശ്വസിച്ചില്ല. മാത്രമല്ല അത് പ്രവാചകന്റെ സിഹറാണ്, കൺകെട്ട് വിദ്യയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ കൂടുതൽ ആക്ഷേപിക്കുക മാത്രം ചെയ്തു. സൂറത്തുൽ ഖമറിൽ പറയുന്നത് പോലെ മുൻപുണ്ടായിരുന്ന സമൂഹത്തെ തകർത്ത് കളഞ്ഞ കഥകളാണ് സൂറത്തുൽ ഖമറിൽ പറയുന്നത്. പ്രവാചകൻ ഈ ഉമ്മത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും അതിനെയെല്ലാം നിഗ്രഹിക്കുന്ന ഈ ഉമ്മത്തിന്, മക്ക മുശ്രിക്കീങ്ങൾക്കുള്ള ശിക്ഷ അള്ളാഹു തടഞ്ഞു വെച്ചത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മക്കയിൽ തൻ്റെ സംരക്ഷണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അബൂ ത്വാലിബിൻ്റെ സംരക്ഷണം ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഖദീജ ബീവി ആണെങ്കിൽ വീടിൻ്റെ അകത്തും പുറത്തുമൊക്കെ നബിക്ക് സമാധാനമായി നിന്നിരുന്ന ബീവിയും അള്ളാഹുവിലേക്ക് വിട വാങ്ങിയിരിക്കുന്നു. അതിനുശേഷം മുത്തയ്യിബിന് അദീൻ്റെ സംരക്ഷണത്തിലാണ് ഇന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ താമസിക്കുന്നത്. പക്ഷേ മുത്തയ്യിബിന് അദീന് കാര്യമായി പ്രായം പിടിപെട്ടിട്ടുണ്ട്, അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ട്. ഏത് നിമിഷവും അദ്ദേഹവും ഈ ലോകത്തോട് വിട പറയാം. അതുകൊണ്ട് തന്നെ മറ്റൊരു സംരക്ഷകനെ തനിക്ക് തയ്യാറാക്കേണ്ടതിൻ്റെ അത്യാവശ്യ ഘട്ടത്തിലായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് പുതിയൊരു സംരക്ഷകന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെയാണ് അക്കാലത്തുള്ള ഹജ്ജിൻ്റെ വിളി വരുന്നത്. ഹജ്ജിൻ്റെ സമയമായി കഴിഞ്ഞാൽ പല നാടുകളിൽ നിന്നും അറേബ്യയിലേക്ക് ആളുകൾ തടിച്ചുകൂടുന്ന സമയമാണ്. ഇന്നത്തെ പോലെ തന്നെ നമ്മൾ പലവട്ടം ഈ സീരീസിൽ തന്നെ പറഞ്ഞതാണ്, അന്നും അറേബ്യയിൽ ഇതുപോലെയുള്ള ഹജ്ജ് കർമ്മങ്ങളും വർഷം തോറും നടന്നു വരുന്ന അറേബ്യയിലുള്ള ആളുകൾ
ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന, കഴിവുള്ള ആളുകളെല്ലാം വന്ന് നിർവഹിക്കുന്ന ഹജ്ജൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തുടങ്ങിയ അന്ന് മുതൽ അത് ഇതുവരെ നിലനിന്നിരുന്നൊരു ആചാരങ്ങളായിരുന്നു. അങ്ങനെയാണ് ആ വർഷം വന്ന ഹജ്ജ് വേളയിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല നാടുകളിലുള്ള പല ഗോത്രക്കാരോട് അതീവ രഹസ്യമായിട്ട് ചെന്ന് സംസാരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ വരുന്ന ഹജ്ജ് വേളയിൽ വരുന്ന ആളുകളോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ, ഈ വർഷത്തെ ഹജ്ജിന് വന്ന ആളുകളോട് പ്രവാചകൻ പുതിയൊരു സംരക്ഷകനെ വേണം എന്ന തരത്തിലായിരുന്നു പ്രവാചകൻ്റെ സമീപനം. അങ്ങനെ അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതീവ രഹസ്യമായി, മക്ക മുശ്രിക്കീങ്ങൾ അറിയാതെയാണ് ഇങ്ങനെ രഹസ്യമായിട്ട് ഓരോ ഗോത്രങ്ങളിലേക്കും ചെന്നിട്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പറയുന്നു, ആദർശങ്ങൾ പറയുന്നു. പക്ഷേ പല ആളുകളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്നു, അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്, ആരും ചെവി കൊടുക്കുന്നില്ല. പക്ഷെ ചില ഗോത്രക്കാരും മാത്രം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയും പ്രവാചകൻ പറയുന്നത് കേട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ചില ആളുകളുടെയൊക്കെ ഉദ്ദേശം പൊളിറ്റിക്കലി ഭരണം നേടിയെടുക്കുക എന്ന് മാത്രമായിരുന്നു. ഖുർആനൊക്കെ ഓതി കേട്ടപ്പോൾ അവർക്ക് വളരെ ആകർഷണീയമായി തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ നാട് നിങ്ങൾ പിടിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഫാത്തിന് ശേഷം അതിൻ്റെ അധികാരം ഞങ്ങളുടെ കുടുംബത്തിനെ ഏൽപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു പൊളിറ്റിക്കലി ആണ് ചില ഗോത്രങ്ങളൊക്കെ പ്രവാചകനെ സമീപിക്കുന്നത്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുന്ന മറ്റൊരു ഗോത്രം ബനൂ ഷൈബാൻ ഗോത്രക്കാരാണ്, അഥവാ ഹംബലി ഇമാമൊക്കെ ഈ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. അവരുമായിട്ട് പ്രവാചകൻ സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഈ പ്രവാചകൻ്റെ ആശയങ്ങളൊക്കെ വളരെയധികം തൃപ്തിപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോത്രത്തിലുള്ള പലതരത്തിലുള്ള നേതാക്കന്മാരുണ്ട്, മിലിറ്ററി നേതാക്കളുണ്ട്, ആത്മീയമായ നേതാക്കളുണ്ട്, അവരോടൊക്കെ പ്രവാചകൻ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും പ്രവാചകൻ പറയുന്ന ഈ ആശയത്തോട് മതിപ്പ് തോന്നുകയും പ്രവാചകനോട് കൂടുതൽ ഖുർആൻ ഓതി തരാൻ പറയുകയും കൂടുതൽ സാവകാശം ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അറേബ്യയുടെ ഒരു അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളാണ്, ഞങ്ങളുടെ ഒരു ഭാഗത്ത് അറേബ്യയും മറുഭാഗത്ത് പേർഷ്യയുമാണ്. അറേബ്യകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വെല്ലുവിളി ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് കൈതന്ന് ഞങ്ങൾ ഈ പുതിയൊരു മതവിശ്വാസം ഞങ്ങൾ സ്വീകരിക്കുക വഴി ഞങ്ങൾക്ക് അറേബ്യകളിൽ നിന്ന് ഒരുപാട് വെല്ലുവിളികൾ ഞങ്ങൾക്കെതിരെ വരും. പക്ഷെ അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഒരു ഭാഗത്ത് പേർഷ്യയാണ്, അക്കാലത്തെ വലിയ ശക്തികളാണ്, അവരോടൊരു എതിർത്ത് നിൽപ്പ് ഞങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം എന്നാണ് ബനൂ ഷൈബാൻ ഗോത്രക്കാർ പറയുന്നത്. അത് പ്രവാചകനോട് സംസാരിക്കുന്നത് അവരുടെ മിലിറ്ററി കമാൻഡർ ആയിരുന്ന മുസന്ന ബിൻ ഹാരിസ് ആയിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാം കേട്ടിരുന്നുകൊണ്ട് പറയുന്നു, എങ്കിൽ ആ പേർഷ്യ ഒരു ദിവസം നമ്മുടെ കാൽക്കീഴിൽ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ഒരു സംരക്ഷകൻ പോലും ഇല്ലാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപരോധത്തിൽ കഴിയുന്ന, പച്ചില മാത്രം കഴിച്ച് വളരുന്ന ആ സമയത്ത്, ഒരു സംരക്ഷകനും ഇല്ലാതെ മറുനാട്ടിലേക്ക് പലായനം ചെയ്തതിൻ്റെ ജീവനെയും മതത്തിൽപ്പെട്ട മറ്റു പ്രിയപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കാൻ പെടാപാടുപെടുന്ന സമയത്താണ് ലോകത്തെ ഏറ്റവും ശക്തരായ പേർഷ്യ ഒരു കാലത്ത് നമ്മുടെ കാൽക്കീഴിൽ വരും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവദിക്കുന്നത്. എത്ര വലിയ പ്രഖ്യാപനമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അവസരത്തിൽ നടത്തുന്നതെന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ഇക്കാലത്ത് ഏറ്റവും ശക്തരായ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയെ ആഫ്രിക്കയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കുഗ്രാമം അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു രാജ്യം വന്ന് കീഴടക്കുന്നതിന് തുല്യമായ ഒരു പ്രഖ്യാപനമാണ് പ്രവാചകൻ ആ അവസരത്തിൽ അത് നടത്തുന്നത്. അങ്ങനെ അവർ കുറച്ചുകൂടി സാവകാശം വേണം, നമ്മൾ ചിന്തിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത വർഷത്തെ ഹജ്ജിൻ്റെ വേളയിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബനൂ ഷൈബാൻ ഗോത്രക്കാർ പിരിഞ്ഞു പോവുകയാണ്. കാലങ്ങൾക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പേർഷ്യ കീഴടക്കുന്ന വേളയിൽ മുസ്ലിം സൈന്യങ്ങളിൽ ഒരാളായിക്കൊണ്ട് ഇതേ മുസന്ന ബിൻ ഹാരിസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ മറ്റൊരു മനോഹരമായ കാഴ്ച മാത്രമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും മറ്റാളുകളിലേക്കും ഹജ്ജിന് വന്ന ആ മറ്റു ഗോത്രക്കാരിലേക്കൊക്കെ ചെന്നിട്ട് ഇതുപോലെ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത് വെറും 6 ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ ഒരാൾക്കൂട്ടം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് ചെല്ലുന്നു. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഖസ്റജ്കാരാണ്, അഥവാ യസ്രിബ്, ജൂതർ ഒരുപാട് താമസിക്കുന്ന യസ്രിബിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്നവർ പറയുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് അഗാധമായ ബന്ധം ആ നാടുമായിട്ടുണ്ട്. കാരണം പ്രവാചകൻ്റെ പിതാക്കന്മാരിൽപ്പെട്ട ഹാഷിം വിവാഹം കഴിക്കുന്നത്, സൽമ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഇതേ മദീനയിൽ നിന്ന്, യസ്രിബിൽ നിന്നാണ്, അക്കാലത്തെ യസ്രിബിൽ നിന്നാണ്. മാത്രമല്ല അബ്ദുൽ മുത്തലിബ്, ഈ ഹാഷിമിൻ്റെ മകനായിട്ട് അബ്ദുൽ മുത്തലിബ് പിറക്കുന്നത് മദീനയിലാണ്. പ്രവാചകൻ്റെ പിതാവ് മരണപ്പെടുന്നത് മദീനയിൽ വെച്ചുകൊണ്ടാണ്. അവിടേക്ക് പോയ ശേഷം തിരിച്ചു വരുന്ന വേളയിലാണ് ഉമ്മയും മരണപ്പെടുന്നത്. ഇങ്ങനെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായ ഒരു ഇടമാണ് യസ്രിബ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്ന ഈ 6 ആളുകളോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കട്ടെ.
അവർ സമ്മതിക്കുന്നുണ്ട്, പറയൂ. അങ്ങനെ അവർ വളരെ ശ്രദ്ധയോടെ പ്രവാചകനെ കേൾക്കാനിരിക്കുകയാണ്. മദീനക്ക് മറ്റു കുറച്ച് പ്രത്യേകത, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അഥവാ അതിൻ്റെ ഒരു ഭാഗം മുഴുവനും തിങ്ങി നിറഞ്ഞ ഈന്തപ്പനത്തോട്ടങ്ങളാണ്. അതുവഴി ശത്രുക്കൾക്കോ മറ്റു ആളുകൾക്കൊക്കെ ആ മദീനയിൽ എത്തിച്ചേരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. മറ്റു രണ്ട് ഭാഗങ്ങൾ കിഴക്കും പടിഞ്ഞാറും വലിയ അഗ്നിപർവ്വത മലകളായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുവഴി ശത്രുക്കൾക്ക് അവിടേക്ക് കടക്കാൻ പറ്റില്ല. മറ്റുള്ളൊരു ഭാഗം എന്നുള്ളത് വടക്ക് മാത്രമാണ്. ആ വടക്ക് മാത്രമാണ് ഓപ്പണായിട്ട് കിടക്കുന്നത്. ആ ഹന്തക് യുദ്ധത്തിൻ്റെ വേളയിൽ അവിടെ കിടങ്ങ കുഴിച്ചുകൊണ്ട് പ്രവാചകനും അനുചരരൊക്കെ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന വേള, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഔസ് ഗസ്റജ് എന്ന ഗോത്രക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ. പിന്നീട് ഉണ്ടായിരുന്നത് അവിടെ ജൂതരാണ്. ജൂതരൊരു ഭാഗത്തും ഔസ് ഖസ്റജ് ഗോത്രക്കാരൊരു ഭാഗത്തുമായിട്ട് പരസ്പരം ഒരുപാട് കാലമായിട്ട് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിലപ്പോൾ ജൂത വിഭാഗക്കാർ വിജയിക്കും, ചിലപ്പോൾ ഔസ് ഖസ്റജ്ക്കാർ വിജയിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ജൂതർ പരാജയപ്പെടുന്ന വേളയിൽ ഈ ജൂതർ ഇവരോട് തിരിച്ചു പറയുമായിരുന്നു, ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട്, നിങ്ങൾ അല്പകാലം കൂടി കാത്തിരിക്കുക. ഞങ്ങളിലേക്ക് ആ പ്രവാചകൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഇവിടെ നാട്ടി പറഞ്ഞേക്കും, ഞങ്ങൾ നിങ്ങളെ തകർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീമ്പ് പറയുമായിരുന്നു. അവർക്കുറപ്പുണ്ടായിരുന്നു ഒരു പ്രവാചകൻ ഈ കാലത്തിലേക്ക് വരാനുണ്ട് എന്നുള്ളത്. പക്ഷേ അത് അറബികളിൽ നിന്നാകും എന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ തങ്ങളിലേക്ക് വരാനിരിക്കുമെന്ന പ്രവാചകൻ, ഖുർആൻ പറയുന്നത് പോലെ, അവർക്ക് അവരുടെ മക്കളേക്കാൾ സുപരിചിതമായിട്ട് ആ വരാൻ പോകുന്ന പ്രവാചകനെ പറ്റി അറിയാമായിരുന്നു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ പറയുന്നിടത്തൊക്കെ ആ ക്രിസ്ത്യൻ പണ്ഡിതൻ പ്രവാചകൻ്റെ എല്ലാവിധ തെളിവുകളും എല്ലാവിധ ചിഹ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ആ മദീനയിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്. അവർക്കെല്ലാവർക്കും അവരുടെ ഗ്രന്ഥങ്ങൾ വഴി വരാൻ പോകുന്ന പ്രവാചകൻ്റെ എല്ലാവിധ തെളിവുകളും അറിയാമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ ദിവസം നുബൂവത്തുമായി വരുന്ന ദിവസത്തിൽ ഖദീജ ബീവി ഓടി ചെല്ലുന്നത് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്കാണ്. വരാൻ പോകുന്ന എല്ലാവിധ കാര്യങ്ങളും വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, ഒരു ദിവസം ഈ നാട്ടിലെ ആളുകൾ നബിയെ അങ്ങയുടെ നാട്ടി ഓടിക്കും, അന്ന് ഞാൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നു, എന്നെ ഇവർ ആട്ടി ഓടിക്കുകയോ? അല്ലമീൻ എന്ന് വിളിക്കുന്ന, വിശ്വസ്തനെന്ന് വിളിക്കുന്നവർ അത്രമേൽ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആ മുഹമ്മദിനെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കുമോ എന്ന് പോലും സംശയത്തോടെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. അതെല്ലാം മുൻപുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം പ്രവാചകന്റെ എല്ലാവിധ തെളിവുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ജൂതന്മാർ അവരെ യുദ്ധശേഷം ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാർക്ക് ഒരു അപകർഷതാ ബോധം ഉണ്ടാവും. കാരണം പ്രവാചകൻ അവരിലേക്കാണല്ലോ വരുന്നത്, അവർക്ക് ഗ്രന്ഥമുണ്ടല്ലോ, നമുക്കതൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു അപകർഷതാ ബോധം അവർക്കിടയിൽ പലപ്പോഴായിട്ട് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മദീനക്കാർക്കിടയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ, ഖുർആൻ സൂക്തങ്ങൾ ഓതി കൊടുത്തപ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് ജൂതമതക്കാർ പറയുന്നത് പോലെ, അവർ പറഞ്ഞതുപോലെ ആ പ്രവാചകനാണ്. അതാണ് എന്തുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പ്രവാചകനിൽ നമുക്ക് വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ 6 പേരും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയാണ്. ഔസ് ഖസ്റജ് ഗോത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ തമ്മിൽ യുദ്ധം നടക്കാറുണ്ട്. ജൂതർക്കെതിരെ പോരാടുമ്പോൾ മാത്രമാണ് അവർ ഒരുമിച്ച് നിന്നിരുന്നത്. ഈ ഔസ് ഖസ്റജ് പരസ്പരം പലപ്പോഴായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് മദീനയെ ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. സീരീസിൻ്റെ തുടക്കത്തിൽ പ്രവാചകന് വേണ്ടി എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ ഒരുക്കി കൊണ്ടുവന്നത്, കഅബക്ക് സമീപത്ത് പോലും ഇല്ലാതിരുന്ന, മക്കയിൽ പോലും താമസിക്കാതിരുന്ന ഖുറൈശികളെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടേക്ക് എത്തിക്കുന്നത്, അറബികളുടെ നേതൃത്വം എങ്ങനെയാണ് ആ ഖുറൈശികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്, പ്രവാചകന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മക്കയെ ഒരുക്കി കൊണ്ടുവന്നത് എന്ന് നമ്മൾ ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് പറയുന്ന ഈ സീരീസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതാണ്. അത് കാണാത്ത ആളുകളൊക്കെ തുടക്കം മുതൽ അത് കണ്ടുവരിക എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് മദീനയെ ഒരുക്കി കൊണ്ടുവന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഔസ് ഖസ്റജ് തമ്മിൽ ഒരു ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ഹർബുൽ ബുആസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ആ യുദ്ധത്തോടെ മദീനയിൽ ഉണ്ടായിരുന്ന ഈ 2 ഗോത്രത്തിലെയും നേതാക്കൾ മുഴുവനും കൊല്ലപ്പെടുന്നു. വൃദ്ധരായ ആളുകൾ മുഴുവനും കൊല്ലപ്പെടുന്നു. ഇനി അവിടെ അവശേഷിക്കുന്നത്
വെറും ചെറുപ്പക്കാരായ ആളുകൾ മാത്രമാണ്, യുവാക്കളായ ആളുകൾ മാത്രമാണ്. അവരുടെ നേതാവായിട്ട് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സലൂൽ എന്ന ആള് നേതാവായിട്ട് അവിടെ അവരോധിതനാകാനിരിക്കുന്ന വേളയിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ അവിടേക്ക് എത്തുന്നത്. പ്രവാചകനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുനാഫിക്കുകളുടെ നേതാവായിട്ട് അദ്ദേഹം പിന്നീട് മാറുന്നത് ഈ ഒരു ഫ്ലാഷ് ബാക്ക് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ യുവ സമൂഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഈ യുദ്ധങ്ങളോടും കൊലവിളികളോടും ജാഹിലിയത്തിന്റെ സകലമാന ആചാരങ്ങളോടും അവർക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന വേളയാണിത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് മദീനയെ മനോഹരമായിട്ട് അള്ളാഹു ഒരുക്കി കൊടുക്കുന്ന വേള. ആ അവസരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അങ്ങോട്ട് പറഞ്ഞയക്കുന്നതും അവിടെ ആശയാദർശങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുന്നതൊക്കെ. ഈ 6 ആളുകൾ ഉടനടി ജൂതർ പറയുന്ന ആ പ്രവാചകനാണ് ഈ വന്നതെങ്കിൽ നമ്മളാണ് ആദ്യം വിശ്വസിക്കേണ്ടത്, നമ്മൾക്കാണ് അവരെക്കാൾ ഇതിനുമായിട്ട് ബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശ്വസിക്കുകയും ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിച്ചേക്കാം എന്നാണ് 6 ആളുകൾ പറയുന്നത്. ഔസ് ഖസ്റജ് ഗോത്രക്കാരെ ഒരുമിപ്പിച്ച് നിർത്തിയേക്കാം എന്നവർ ആ സമയത്ത് പ്രത്യാശിക്കുന്നുണ്ട്. അങ്ങനെ ആ 6 ആളുകൾ, ഒന്നാമത് അസ്അദ് ബിൻ സുറാറ, ഔഫ് ബിനുൽ ഹാരിസ്, റാഫി ബിൻ മാലിക്, ഖുത്ബ് ബിൻ ആമിർ, ഉഖബ ബിൻ ആമിർ, ജാബിർ ബിൻ അബ്ദുള്ള എന്ന് തുടങ്ങിയ 6 ആളുകളാണ് ആദ്യമായിട്ട് അന്ന് ഇസ്ലാമിൽ നിന്ന് വിശ്വസിക്കുന്ന മദീന എന്ന പട്ടണം, അന്നത്തെ യസിരിബിലേക്ക് ആദ്യമായിട്ട് ഇസ്ലാമിക വിശ്വാസം കൊണ്ടെത്തുന്ന 6 ആളുകൾ. അതിനു മുൻപ് 1-2 ആളുകൾ ഇതുപോലെ മക്കയിലേക്ക് വന്നിട്ട് ഇസ്ലാം വിശ്വസിച്ച് തിരിച്ചു പോകുന്ന സംഭവമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഇതിൻ്റെ മദീനയിൽ ഇസ്ലാമിൻ്റെ ബേസ് ഉണ്ടാക്കുന്ന 6 ആളുകൾ എന്നുള്ളത് ഈ 6 ആളുകളാണ്. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വെറും 20 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അങ്ങനെ ആ വർഷം ഇസ്ലാമിൽ വിശ്വസിച്ച് തിരിച്ചു പോയെന്ന ഈ 6 ആളുകൾ അടുത്ത വർഷം ഹജ്ജിന് തിരിച്ചു വരുന്നത് 12 ആളുകളുമായിട്ടാണ്. അന്ന് 12 ആളുകൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു. 10 ആളുകൾ ഖസ്റജ് ഗോത്രത്തിൽ നിന്നും 2 ആളുകൾ ഔസ് ഗോത്രത്തിൽ നിന്നുമായിരുന്നു അത്. അങ്ങനെ അവർ പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂടുകയും അവർ ഔസ് ഖസ്റജ് ഗോത്രക്കാർ അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം മറന്ന് ഞങ്ങൾ ഒന്നിച്ചേക്കാം എന്നവർ പ്രത്യാശിക്കുന്നുണ്ട്. അതുപോലെ അവർ ആദ്യമായിട്ട് ഈ പ്രവാചക ഇസ്ലാമിൻ്റെ ബെൽറ്റിൽ അവർ ഒരുമിച്ച് കൂടുന്ന മനോഹരമായ കാഴ്ച. അങ്ങനെ ആ 12 ആളുകൾ വന്നുകൊണ്ട് ആദ്യത്തെ 1-ാം അക്കബ എന്നറിയപ്പെടുന്ന ആ പ്രതിജ്ഞയ്ക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സാക്ഷിയാവുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദ്യമായിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകുന്ന 1-ാമത്തെ പ്രതിജ്ഞ. രണ്ടാമത്, നിങ്ങൾ മോഷണം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കുട്ടികളെ നിങ്ങൾ ദാരിദ്ര്യം പേടിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ കൊല ചെയ്യരുത്, മാത്രമല്ല മനഃപൂർവ്വം പാപങ്ങൾ ചെയ്യരുത്, അത്രയല്ല നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും അരുത് എന്ന ഇസ്ലാമിൻ്റെ ആദർശ പ്രാമാണികമായ തത്വങ്ങളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ധാർമ്മിക മൂല്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ജാഹിലിയത്തിൽ ഇല്ലാതിരുന്ന അവർ കുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നു, പട്ടിണി മൂലം പേടിച്ചിട്ട് അവർ കുഞ്ഞുങ്ങളെ കൊല്ലുക, വ്യഭിചാരം, മോഷണം, അതൊക്കെ വളരെ വളരെ യൂഷ്വലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക ചര്യയായിരുന്നു അത്. അതിനെതിരെ ഇസ്ലാം ആദ്യമായിട്ട് ശബ്ദിച്ചു തുടങ്ങുകയാണ്. 1-ാം അക്കബ ഉടമ്പടിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകുന്നത് ഈ ഒരു കൽപ്പന മാത്രമാണ്, നിങ്ങൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണമെന്നൊന്നുമല്ല. ആദ്യത്തെ ധാർമ്മികമായ മൂല്യങ്ങളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്നാണ് ആ 12 പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ 12 പേര് തിരിച്ചു പോകുന്ന വേളയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സന്തത സഹചാരിയായിരുന്ന മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഖുർആൻ പാരായണത്തിൽ അതീവമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന പണ്ഡിതനായിരുന്ന മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് വളരെ ചെറിയ പ്രായമാണ്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. കാണാത്ത ആളുകൾ അത് പോയി സ്നേഹത്തോടെ കാണുക എന്ന് ഓർപ്പിക്കുന്നു. വളരെ സമ്പന്നനായിരുന്ന മനുഷ്യൻ, അദ്ദേഹം ഇസ്ലാമിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ എല്ലാം അദ്ദേഹത്തിന് ഹനിക്കപ്പെടുന്നു. കഥയൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഓക്കെ, അങ്ങനെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കൂടെ പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ് അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യസ്രിബിലേക്ക് ആദ്യമായിട്ട് ചെല്ലുന്നത്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് ഈ മിസ്അബ് റളിയല്ലാഹു അൻഹു താമസിക്കുന്നതും. അവർ രണ്ടുപേരും ഇങ്ങനെ രാത്രിയൊക്കെ ഖുർആൻ ഓതുകയും രാത്രി നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഈ മദീനയിൽ ഇങ്ങനെ പ്രബോധന പ്രവർത്തനം തുടങ്ങിയതോടുകൂടെ ദാറുൽ അർഖം പോലെയാണ് ഇപ്പോൾ അസ്അദ് ബിൻ സുറാറയുടെ മദീനയിലെ വീട്. പുതിയ ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടുന്നു, അവർ നിസ്കരിക്കാൻ പഠിക്കുന്നു, മറ്റ് ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ പഠിക്കുന്നു, പുതിയ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അവിടേക്ക് എത്തുന്നു. അതിനൊക്കെ ചെയ്യുകയാണ്. അത് വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ മദീനയിലുണ്ടായിരുന്നൊരു ഗോത്രം,
ഔസ് ഗോത്രത്തിൻ്റെ ശാഖയായിരുന്ന ബനു അബ്ദുൽ അഷ്അൽ എന്ന ഗോത്രം, അതിൻ്റെ നേതാവായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഇതിനോട് വലിയ എതിർപ്പ് തോന്നുകയാണ്. പാവപ്പെട്ട ഒരുപാട് ആളുകളെ വഴിപിയപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രപിതാക്കളെ മതമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു മതമാണ് ഇവിടെ സ്വീകരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇതിനോട് വളരെ വലിയ എതിർപ്പുണ്ടായി. പക്ഷേ ഈ അസ്അദ് ബിൻ സുറാറയും ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവും ബന്ധുക്കളായതുകൊണ്ട് തന്നെ നേരിട്ട് ഇവർക്ക് ഇതിനോട് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തുമൊക്കെ ആയിരുന്ന ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹുവിനെ അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഊരിപ്പിടിച്ച ഒരു കുന്തവും ഒക്കെ ആയിട്ടാണ് അസ്അദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് അസ്അദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഒളിച്ചിരിക്കാൻ പറയുന്നു. അങ്ങനെ കുന്തവുമായിട്ട് വരുന്നുണ്ട്. ആ അവസരത്തിൽ അദ്ദേഹം അസ്അദ് ബിൻ സുറാറയോട് പറയുന്നുണ്ട്, ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ പാവപ്പെട്ട ആളുകൾ ഒരുപാട് വഴിപിയപ്പിക്കുകയാണോ? പുതിയ മതം സ്വീകരിച്ച് പഴയ നമ്മുടെ പ്രപിതാക്കൾ മതമൊക്കെ ഉപേക്ഷിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കനത്ത ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആ മക്കയിൽ നിന്ന് വന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് എന്ത് ചെയ്യണം, ഉടനെ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറയണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആ അവസരത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു വീടിൻ്റെ ഉള്ളിൽ നിന്ന് പതിയെ ഇറങ്ങി വരികയാണ്. ഊരിപ്പിടിച്ച കുന്തവുമായിട്ട് നിൽക്കുന്ന ഈ ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്കാണ് വളരെ ശാന്തനായിക്കൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നത്. എന്നിട്ട് പറയുന്നു, സഹോദര, ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ എതിർക്കുന്നത്? ഒരു കാര്യം ചെയ്യുക, ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് മക്കയിലേക്ക് തിരിച്ചു പോവാം എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമില്ലാന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഉടനെ ഖുർആനിൽ നിന്ന് 2 മനോഹരമായ സൂറത്ത് അവിടെ ചോദി കൊടുക്കുന്നു. അദ്ദേഹം അവിടെ ആ ഇരുത്തത്തിൽ സ്തബ്ധനായി പോകുന്നു. ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ ആദർശത്തിൽ വിശ്വസിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഖുർആനിൻ്റെ സൂക്തം ഒന്നുകൊണ്ട് മാത്രം അവരുടെ മനസ്സ് മാറിപ്പോവുകയാണ്. ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ എന്ത് വേണം നിങ്ങളുടെ ആദർശത്തിൽ വിശ്വസിക്കാൻ? ഉടനടി മിസ്അബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ കുളിച്ച് ശുദ്ധിയായിട്ട് വരൂ. ശുദ്ധിയായിട്ട് വരുന്നു. അവിടെ ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബനു അഷ്അൽ ഗോത്രത്തിൻ്റെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ നമ്മുടെ കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മദീനയിൽ ഒന്നും ഭയപ്പെടാനില്ല, പിന്നെ എല്ലാം നമുക്ക് അനുകൂലമായിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് പറയണം. അങ്ങനെ ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു തിരിച്ച് തന്നെ പറഞ്ഞയച്ച സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവരോട് ഞാൻ ഒരുപാട് സംസാരിച്ചു, പക്ഷെ അവരതൊന്നും കേൾക്കുന്നില്ല. ആളുകൾ പറയും, ഗോത്രത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളതിൽ ഇടപെട്ടില്ല, നിങ്ങളാണ് ഗോത്രത്തിൻ്റെ നേതാവ്, അതുകൊണ്ട് നിങ്ങളവിടെ പോയി സംസാരിക്കണം. വാളുമായിട്ട് അദ്ദേഹം ഈ അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ബന്ധുവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അസ്അദ് റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്ത് നിന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു പതിവ് പോലെ ശാന്തനായിട്ട് അവിടേക്ക് ഇറങ്ങി വരുന്നത്. പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവാം, എൻ്റെ നാട്ടിലേക്ക് നേരെ തിരിച്ചു പോവാം, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അങ്ങനെ അദ്ദേഹവും സഅദ് റളിയല്ലാഹു അൻഹു വളരെ ശാന്തനായിട്ട് അവിടെ ഇരിക്കുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്നുള്ള ചില സൂക്തങ്ങൾ ഊതി കേൾപ്പിക്കുന്നു. സ്തബ്ധനായി പോവുകയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഇത് ചോദിക്കുന്നുണ്ട്, ഈ ആദർശത്തിൽ വിശ്വസിക്കാൻ ഞാൻ എന്ത് വേണം? അദ്ദേഹത്തോട് കുളിച്ച് ശുദ്ധിയായിട്ട് വരാൻ പറയുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹവും തിരിച്ചു പോവുകയാണ്. അദ്ദേഹം നേരെ ചെല്ലുന്നത് തൻ്റെ ഗോത്രത്തിലേക്കാണ്. അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആളുകളോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്നെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരെല്ലാവരും പറയുന്നു, നിങ്ങൾ വളരെ വലിയ ബുദ്ധിമാനാണ്, ധീരനാണ്, ശക്തനാണ്, ഞങ്ങൾക്കിടയിൽ നീതി നടപ്പാക്കുന്ന ആളാണ്, യുക്തിപൂർവ്വം കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഗോത്ര നേതാവിൻ്റെ മഹിമകളെല്ലാവരും അവർ വിളിച്ചു പറയുന്നുണ്ട്. ആ സമയത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എങ്കിൽ ഞാൻ പുതിയൊരു ആദർശത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, പുതിയൊരു മതത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും, എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ മതത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളും ആശയാദർശങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ എല്ലാവരും ഇസ്ലാമിൻ്റെ ശാന്തല തീരത്തേക്ക് കടന്നു വരുന്നു. ഒരു ഗോത്രം മുഴുവനും ആദ്യമായിട്ട്, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനോഹരമായ കാഴ്ച. അങ്ങനെ ഇസ്ലാം വളരെ ശക്തമായിട്ട് തന്നെ മദീനയിൽ വേരോടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ആദ്യമായിട്ട് ജുമുഅ ഇസ്തിരിവിൽ വെച്ചിട്ട് ആരംഭിക്കുകയാണ്. മക്കയിൽ അതിനു പറ്റിയ ഒരു ശാന്തസുന്ദരമായ സാഹചര്യമായിരുന്നില്ല. ശത്രുക്കളുടെ കൊടിയ പീഡനങ്ങളും അവരുടെ നിസ്കാരം തന്നെ അവൾ വളരെ രഹസ്യമായിട്ടായിരുന്നു നിർവഹിച്ചിരുന്നത്.
പക്ഷെ അതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് മദീനയിൽ വളരെ സുന്ദരമായ കാലാവസ്ഥയും സാഹചര്യമൊക്കെ വന്നപ്പോൾ ഇവിടെ അവർ ജുമ ആരംഭിക്കുന്നു. വളരെ സുന്ദരമായിട്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലയളവിൽ തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഹിജറക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നം അള്ളാഹു ഒരു നാടിനെ കാണിച്ചു കൊടുക്കുന്നത്. ഈന്തപ്പന മരങ്ങൾ ഇടതിങ്ങിയ 2 ഭാഗങ്ങൾ പർവ്വത നിരങ്ങളാൽ മൂടപ്പെട്ട ഒരു സംരക്ഷണ വലയം തീർത്തൊരു നാടിനെ പറ്റി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ സമയമായിരിക്കുന്നു. അന്ന് മദീനയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വരുന്നത് 75 പേരാണ്. അതിൽ 2 സ്ത്രീകളും. അതിലേറെ എത്രയോ മുസ്ലിങ്ങൾ അവിടെയുണ്ട്. ഹജ്ജിന് പോരാൻ അതിൻ്റെ അവസരവും സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത് 75 പേർക്ക് മാത്രമാണെന്ന് മാത്രം. അങ്ങനെ അവർ ഹജ്ജിന് വേണ്ടിയിട്ട് എത്തുന്നു. ആ യാത്രയിലുടനീളം അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥയെ പറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേവലം അവർ നബിയെ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ അവർ പറയുകയാണ് എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നബി മക്കയിൽ ഇങ്ങനെ ഈ ദുരിതങ്ങൾ മുഴുവനും അനുഭവിച്ചിട്ട് കിടക്കുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പ്രവാചകനെ കൊണ്ടുപോകണം, അതിനെന്ത് വില കൊടുത്ത് നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം എന്നൊക്കെ പറയുകയും അത് ആളുകൾക്കിടയിലേക്ക് ആ ചിന്ത മുഴുവൻ ആ 75 ആളുകൾക്കിടയിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ 75 ആളുകളും മദീനയിൽ നിന്ന് യസ്രിബിൽ നിന്ന് വന്ന ആ ആളുകളും തമ്മിൽ ഒരു കൂടിക്കാഴ്ച അവർ ഒരുക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂടിക്കാഴ്ച തയ്യാറാക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു സംഘത്തോട് മക്കാ മുശ്രിക്കീങ്ങൾ അവരെങ്ങാനും ഈ പ്രവാചകൻ്റെ കൂടിക്കാഴ്ച നടക്കുന്നത് കണ്ടാൽ അത് വളരെ വലിയ അപകടത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുമെന്നുള്ളത് പ്രവാചകന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ അവസാന ദിവസം, കാരണം അന്ന് ഹാജിമാരെല്ലാവരും വളരെ ക്ഷീണിച്ച് അവശരായിട്ട് മിനയിൽ അവരുടെ ടെൻറ്റുകളിൽ കിടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആ ഹജ്ജിൻ്റെ അവസാന വേളയിൽ എല്ലാവരും ഉറങ്ങി എന്ന് മനസ്സിലായാൽ മാത്രം എല്ലാവരും അഖബ താഴ്വരയിലേക്ക് എത്തണം എന്നതായിരുന്നു പ്രവാചകൻ്റെ കൽപ്പന. അങ്ങനെ മദീനയിൽ നിന്ന് വന്ന യാത്രക്കാരിൽ അമുസ്ലിങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് ആളുകൾ അന്ന് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ആ ടെൻറ്റുകളിൽ നിന്ന് മുസ്ലിങ്ങളായ ആളുകൾ വളരെ രഹസ്യമായിട്ട് ആ ടെൻറ്റുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ ആ താഴ്വരയിലേക്ക് ചെല്ലുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവും അവർ 4 പേരാണ് അന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ചെല്ലുന്നത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും താഴ്വരയുടെ ഓരോ ഭാഗങ്ങളിലായിട്ട് പ്രവാചകൻ നിർത്തുകയാണ്. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടാൽ പെട്ടെന്ന് നബിയെ അറിയിക്കണം, പെട്ടെന്ന് കൂടിക്കാഴ്ച അവസാനിപ്പിക്കണം എന്ന രീതിയിൽ. അങ്ങനെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനും ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ചെല്ലുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അന്ന് അവിശ്വാസിയാണ്. അന്ന് അദ്ദേഹം പ്രവാചകനിൽ വിശ്വസിച്ചിട്ടില്ല. പ്രവാചകൻ്റെ ബന്ധുവായതുകൊണ്ട് മാത്രമാണ് പ്രവാചകൻ മറ്റൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവിധ സംരക്ഷണവും പ്രവാചകൻ ഒരുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് യസ്രിബുകാരുമായിട്ട് കൂടിയാലോചനയ്ക്ക് വേണ്ടിയിട്ട് പ്രവാചകൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കൂടെ കൂട്ടുന്നത്. പിന്നീട് ബദർ യുദ്ധത്തിലൊക്കെ ഈ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇയാൾ മുസ്ലിമാണോ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ച് ഇവർക്ക് സംശയമാണ്. അതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മനോഹരമായ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ അവിടെയുണ്ട്. നമുക്കത് ആ ഭാഗത്തെത്തുമ്പോൾ സംസാരിക്കും. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ പറയുന്ന മുഹമ്മദ് എന്ന സീരീസിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപുള്ള വീഡിയോസൊക്കെ കാണാത്ത ആളുകൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇവിടേക്ക് എത്തുക എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ചെല്ലുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കുന്നുണ്ട്. ആദ്യം സംസാരിക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ വ്യക്തിയുടെ ഞങ്ങൾക്കിടയിലുള്ള സ്ഥാനം, എന്ത് വില കൊടുത്തും ഞങ്ങൾ അദ്ദേഹത്തെ ഈ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പ്രവാചകനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവിധ സംരക്ഷണവും നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ പ്രവാചകനെ സംരക്ഷിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ നിന്ന് നബിയെ കൊണ്ടുപോയാൽ മതി. അല്ല നിങ്ങൾ കൊന്നു കളയാനോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് കൂട്ടിക്കൊടുക്കാനോ ഒക്കെയാണ് നിങ്ങൾ നബിയെ കൊണ്ടുപോകുന്നതെങ്കിൽ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോവുക, ഞങ്ങൾ നബിയെ സംരക്ഷിച്ചു കൊള്ളാം എന്നായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്. അങ്ങനെ ആളുകളത് കേട്ട് നിൽക്കുന്നു. പിന്നീട് അവർ പറയുന്നുണ്ട്, നബി സംസാരിക്കട്ടെ, പ്രവാചകൻ സംസാരിക്കട്ടെ. അവരെല്ലാവരും പ്രവാചകൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് കാതുകൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് നബിക്ക് തന്നെ ബോധ്യപ്പെടും. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംരക്ഷണത്തിലൊന്നുമല്ല ഇവിടെ കഴിയുന്നത്. അത്രയും ദുരിതപൂർണ്ണമായ സാഹചര്യമാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ആ ഗോത്ര മഹിമ കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണത്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആദ്യമായിട്ട് അവർ പ്രവാചകനെ കാണുന്നു. അവരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ പ്രവാചകൻ
പ്രവാചകനോട് സംസാരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഷിർക്ക് ചെയ്യരുത്, ആരാധന അള്ളാഹുവിലേക്ക് മാത്രമാവണമെന്ന ആദർശ കാര്യങ്ങളാണ് പ്രവാചകൻ ആദ്യം സംസാരിക്കുന്നത്. പിന്നീട് പറയുന്നുണ്ട്, നിങ്ങൾ സ്വയം സംരക്ഷിക്കുന്നത് പോലെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ എന്നെയും എൻ്റെ അനുയായികളെയും സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയുന്നു. അല്ലാഹു ഞങ്ങൾ നിങ്ങളെ അങ്ങനെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വാക്ക് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ വെച്ച് നൽകുന്നുണ്ട്. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ 2ാം അഖബ ഉടമ്പടികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് സമ്പൂർണ്ണമായ സമൂഹത്വ അനുസരണയായിരുന്നു. ഞാൻ എന്താണോ പറയുന്നത് നിങ്ങൾ അതുപോലെ അനുസരിക്കണം. മാത്രമല്ല നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യണം. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതൊക്കെയായിരുന്നു ആ 2ാം അഖബ ഉടമ്പടിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മുന്നിൽ വെച്ച കരാറുകൾ. അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ തന്നെ ആത്മാർത്ഥതയോടുകൂടെ ആ യുവാക്കൾ മുഴുവനും അത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. അവർ തിരിച്ചു ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാം ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ ഇതുവരെ പറഞ്ഞത് എല്ലാം ഞങ്ങൾ സ്വീകരിക്കാം, പകരം ഞങ്ങൾക്ക് എന്ത് തരും? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു, പകരം നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അത് കേൾക്കാൻ കാത്തു നിന്ന പോലെ സന്തോഷപരന്മാരായ അവരുടെ മുഖഭാവങ്ങളെല്ലാം മാറുകയാണ്. അൻസാരികളായ മുസ്ലിങ്ങളുടെ ഒരു ഈമാനികമായ വിശ്വാസമാണ് നമ്മളവിടെ കാണുന്നത്. അവർ പ്രവാചകൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്നിട്ട് പോലും അവരുടെ വിശ്വാസം അത്രമേൽ ഉയർന്നതായിരുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു അത്രമേൽ അവരെ മനോഹരമായിട്ട് ഒരുക്കിയെടുത്തിട്ടുണ്ട്. ഈമാനികമായ വിശ്വാസം ആ യുവ സമൂഹത്തിൽ അത്രമേൽ ദൃഢമായിട്ട് ഉറച്ചിട്ടുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖമൊക്കെ സന്തോഷത്തോടെ തിളങ്ങാൻ തുടങ്ങി. പിന്നീട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഒരുപാട് കരാറുകളുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന ജൂതരൊക്കെ ആയിട്ട് കരാറുകളുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നബിയോട് ഈ നടത്തുന്ന കരാറോടുകൂടെ അവരോടുള്ള കരാറുകളൊക്കെ പൊളിയും. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. മറിച്ച് എല്ലാം നേടി ഈ മക്കയിലും മറ്റുമൊക്കെ ഇസ്ലാം വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ഇങ്ങോട്ട് മക്കയിലേക്ക് പോരരുത്. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കളുമായിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ ഒറ്റക്കാവും. അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ മദീനയിൽ തന്നെ താമസിക്കണം എന്നൊരു കരാറുകൂടെ അവർ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സദാ അവർ ഉണ്ടായിരിക്കണം, നബി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള അചഞ്ചലമായ ഒരു പ്രവാചക സ്നേഹം അവിടെ കാണുന്നുണ്ട്. മാത്രമല്ല വെറും 70 ആളുകളും മാത്രമുള്ള മക്കയിൽ കുറച്ച് ആളുകൾ, ഈ ആളുകൾ മാത്രം ഉണ്ടായിരിക്കുന്ന വേളയിൽ ഇവരെല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് ഇവർ വിജയിക്കുമെന്ന ഉദാത്തമായ ഒരു വിശ്വാസം ആ സമയത്തും മദീനയിലെ അൻസാറുകളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഒന്നിച്ച് ജീവിക്കും, ഒന്നിച്ച് മരിക്കുകയും ചെയ്യും. അത് ആ കാലത്തുണ്ടായിരുന്നൊരു പ്രയോഗമാണ്. എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും, ഒറ്റക്കെട്ടായി നിൽക്കും, ഞാൻ മദീനയിൽ തന്നെ താമസിക്കും എന്ന് ഒരു പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണ്. അതോടുകൂടെ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും കൈകൾ വെച്ചിട്ട് ഗൗരവത്തോടുകൂടെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അതിനിടയിൽ അൻസാറുകളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, നമ്മൾ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഈ നിമിഷം ഏറ്റെടുക്കുന്നത്. അത് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം നബിയുമായിട്ട് ഇപ്പോൾ നമ്മൾ ബൈഅത്ത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പിരിഞ്ഞു പോകണം. നമ്മുടെ മക്കളെക്കാളും നമ്മളെക്കാളൊക്കെ നബിയെയും അനുചരെയും സംരക്ഷിക്കുമെന്ന വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അൻസാരികളായ ചില സ്വഹാബത്ത് അതിൻ്റെ ഗൗരവം ഒന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വന്ന എല്ലാവരും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൈവച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്നു. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2 സ്ത്രീകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ കൈ വെക്കുന്നില്ല, അവരോട് നേരിട്ട് വാക്കുകൾ കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈഅത്ത് ചെയ്യുന്നു. അങ്ങനെ മനോഹരമായ സന്ധ്യ അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൈവച്ച് ബൈഅത്ത് ചെയ്ത് അവസാനിക്കുമ്പോൾ ആ താഴ്വരയിൽ നിന്നും വലിയൊരു അട്ടഹാസം, ഒരു കരച്ചിൽ ആളുകളെല്ലാവരും കേൾക്കുന്നുണ്ട്. മക്കക്കാരെ, നിങ്ങൾക്കെതിരെ മുഹമ്മദും സംഘവും ഇവിടെ യുദ്ധത്തിനുള്ള കോപ്പുകൾ കൂട്ടുന്നു, അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുന്നു എന്ന് മിനാ താഴ്വരയിൽ നിന്ന് ആരോ അട്ടഹസിച്ചതാണ് ആ നാട് മുഴുവനും കേൾക്കുന്നത്. ചരിത്രം പറയുന്നു അത് പിശാചായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യസ്രിബുകാരും ഇവിടെ അഖബ ഉടമ്പടി കൈവച്ച് അവരെ പുതിയൊരു പലായനത്തിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞപ്പോൾ പിശാച് ആ സത്യം വളരുന്നത് കണ്ടിട്ട് അട്ടഹസിച്ച് കരയുകയായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ആ വെല്ലുവിളിയും പിശാചിൻ്റെ അട്ടഹാസമൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്. മിനാ താഴ്വരയിലെ ടെൻറ്റിൽ ഒരുമിച്ച് കൂടിയിരുന്ന ആളുകളൊക്കെ കേൾക്കുകയാണ്. ഉടനടി അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, നമ്മളിപ്പോൾ 70-75 ആളുകളുണ്ട്. മദീന താഴ്വരയിൽ ഈ വെല്ലുവിളി കേട്ട, ഈ ഷെയ്ത്താൻ്റെ അട്ടഹാസം കേട്ട കുറച്ച് ആളുകളുണ്ട്. നമുക്ക് പോയിട്ട് അവരെയൊക്കെ കൊന്നുകളയാം. അപ്പോൾ അട്ടഹാസം കേട്ട ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ആരും അറിയുകയില്ല എന്ന് ചെയ്യുന്നു. ഉടനടി പ്രവാചകൻ പറയുന്നു, നമ്മുടെ വിശ്വാസം അതല്ല, നമ്മുടെ ദീൻ അതല്ല, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിന്നീട് അവരവരുടെ ടെൻറ്റുകളിൽ പോയിട്ട്, മദീന നിവാസികൾ മുഴുവനും അവരുടെ ടെൻറ്റുകളിൽ പോയിട്ട് കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോൾ മക്കയിലെ മുഴുവൻ ആളുകളും ഈ മിനാ താഴ്വരയിൽ നിന്ന് ഉയർന്ന ഈ അട്ടഹാസം കേൾക്കുകയാണ്.
അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി പ്രവാചകനുമായിട്ട് ഏതോ നാട്ടിൽ നിന്ന് വന്ന ഏതോ ഗോത്രക്കാർ രഹസ്യമായിട്ടുള്ള സന്ധി ഒപ്പിട്ടിട്ടുണ്ട്. അവരെ നാട്ടിലേക്ക് ഇവിടെ നിന്ന് മുസ്ലിങ്ങളെ മുഴുവനും കൊണ്ടുപോകാനാണ് പ്ലാൻ എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഏത് നാട്ടിലെ ആളുകളാണ് അതെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ അവർ അവിടെയുള്ള മിനാ താഴ്വരയിലുള്ള എല്ലാ ടെൻറ്റുകളിലും കയറി ഇറങ്ങാൻ തുടങ്ങുന്നു. ഖുറൈശികളിലെ പട്ടാളക്കാർ മുഴുവൻ വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും പരസ്യമായിട്ട് തന്നെ ആ മിനാ താഴ്വരയിൽ മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ മദീനക്കാർ താമസിക്കുന്ന ആ ടെൻറ്റിലേക്കും വരുന്നു. ആ സമയത്ത് അവിടെ അവിശ്വാസികളായ ആളുകളാണ് ആദ്യം സംസാരിക്കുന്നത്. ഞങ്ങളുടെ ടെൻറ്റുകളിൽ നിന്ന് ഇന്നലെ ആരും പുറത്തു പോയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ അവിശ്വാസികളുടെ നേതാവായ ആ മനുഷ്യനാണ് മറുപടി പറയുന്നത്. ഇന്നലെ ഞങ്ങളെല്ലാവരും ഉറങ്ങിയായിരുന്നു, ആരും പുറത്തു പോയിട്ടില്ല, അവർ പോലും അറിഞ്ഞിട്ടില്ല ഈ മുസ്ലിങ്ങൾ ആ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി ബൈഅത്തിന് വന്നത്. അങ്ങനെ മക്ക മുശ്രിക്കീങ്ങളുടെ ആ അന്വേഷണ സംഘം മദീനക്കാരുടെ ടെൻറ്റിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലായിടത്തും അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ അവർ വീണ്ടും തീവ്രമായി അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മദീനയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇന്നലെ പ്രവാചകനുമായിട്ട് അവിടെ സന്ധിയിൽ ഏർപ്പെട്ടിട്ടുള്ളതെന്ന്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ വീണ്ടും മദീനക്കാരുടെ ടെൻറ്റിൽ ചെന്ന് നോക്കി. അപ്പോഴേക്കും മദീനയിൽ നിന്നുള്ള ആളുകൾ അവരുടെ യാത്രാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും അവരുടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവരുടെ ടെൻറ്റിൽ ആകെ ബാക്കിയുണ്ടായിരുന്നത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തെ അവർ കൈകാലുകളിൽ ബന്ധിച്ചിട്ട് വലിച്ചേച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടെ തടവിൽ പാർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. ഈ രഹസ്യങ്ങളൊക്കെ ചോർത്തി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അങ്ങനെ വളരെ വേദനയേറിയ ദിവസങ്ങളായിരുന്നു ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് ജുബൈർ ബിൻ അവ്വാം, മക്കയിലുണ്ടായിരുന്ന ഈ സ്വഹാബിയുടെ പരിചയത്തിലുള്ള മുൻ കച്ചവട ബന്ധമൊക്കെയുള്ളൊരു ആളാണ്. അങ്ങനെ അവർ വഴി മോചനം ലഭിക്കുകയും തിരിച്ചവർ മദീനയിലേക്ക് തന്നെ പോവുകയൊക്കെ ചെയ്യുന്ന കഥയാണിത്. പിന്നീട് അങ്ങോട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നായികക്കല്ലായ ഹിജ്റയുടെ വേളയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായൊരു അധ്യായം, അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും നടത്തിയ അതിശക്തമായ ഒരു യാത്ര തന്നെയായിരുന്നു ഹിജ്റ. നമ്മൾ അടുത്ത വീഡിയോയിലോടുകൂടെ ആ ഹിജ്റയിലേക്കാണ് കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.